നമസ്കാരം കൂട്ടുകാരെ. യു.കെയിൽ കാർ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കയറി ടാക്സിന്റെ ഡയറക്റ്റ് ഡെബിറ്റ് ക്യാൻസൽ ചെയ്യാൻ നോക്കരുത്. അത് നമ്മൾ മാനുവലായിട്ട് നമ്മുടെ വണ്ടി അവരുടെ പേരിലേക്ക് സെയിൽ ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ റെസ്പോൺസിബിലിറ്റി പുതിയ ആൾ എടുക്കുന്നവരാണ് ടാക്സ് അടയ്ക്കുന്നത്. നമ്മളായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷേ ചിലർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഡെബിറ്റ് ബാങ്ക് അക്കൗണ്ടിൽ കയറിയിട്ട് ക്യാൻസൽ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിവിൽ സ്കോറിനെ ബാധിക്കും. കൂടാതെ ഇതുപോലെ ലെറ്റർ DVLയുടെ ഭാഗത്തുനിന്നുണ്ടാവും, ഡയറക്റ്റ് ഡെബിറ്റ് ഫെയിൽഡ് ആയെന്നും പറഞ്ഞിട്ട്. അതൊരു വാർണിംഗ് ലെറ്റർ ആയിരിക്കും. അത് നിങ്ങൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഒരു ലെറ്റർ കൂടെ വരും. ഇമീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ വണ്ടി ടാക്സിലാണോ, ടാക്സ് അടയ്ക്കുന്നില്ലയോ, അതുപോലെ സോൺ ആയോ എന്താണ് അവരെ അറിയിക്കുക. അതും DVLയുടെ ഭാഗത്തുനിന്ന് വരും. എന്നിട്ട് നിങ്ങൾ അവർ പറയുന്ന മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വരുന്ന മൂന്നാമത്തെ നോട്ടീസ് ഇമ്മീഡിയറ്റ് ആക്ഷൻ നീഡഡ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും DVLയുടെ ഭാഗത്തുനിന്ന് വരും. അതിനകത്ത് പക്ഷേ വന്നേക്കുന്നത് £180 പെനാൽറ്റി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതും DVLയുടെ ഭാഗത്തുനിന്ന് വന്നത് കോർട്ടിൽ അടയ്ക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ത്രൂ അടയ്ക്കാവുന്നേ ഉള്ളൂ, ഓൺലൈനായിട്ട് അടയ്ക്കാവുന്നേ ഉള്ളൂ. പക്ഷേ എന്ന് വെച്ചത് ടാക്സ് അല്ല അടയ്ക്കുന്നത്, നിങ്ങളുടെ ഫൈനാണ് അടയ്ക്കുന്നത്. വീണ്ടും നിങ്ങളുടെ ടാക്സോ അല്ലെങ്കിൽ സോണോ ആക്കിയിട്ടില്ലെങ്കിൽ വീണ്ടും അവിടുന്ന് പെനാൽറ്റി ഇതേപോലെ തന്നെ വന്നുകൊണ്ടിരിക്കും. ഇതിന്റെ ഇടയ്ക്ക് കൊണ്ടുപോയ ആൾ വണ്ടിയുടെ പേര് മാറ്റിയിട്ടില്ലെങ്കിലും അവിടെ ഉണ്ടാകുന്ന എല്ലാ കുറ്റങ്ങളും നിങ്ങൾ തന്നെ ആയിരിക്കും റെസ്പോൺസിബിൾ.